മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരുപാട് ടൂൾസും ടെക്നിക്സൊക്കെ അവൈലബിൾ ആണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അതിൽ നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 വർഷത്തെ ഡാറ്റ കമ്പയർ ചെയ്യില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഫിഗറിന് ബേസ് എമൗണ്ട് ആയിട്ട് കാണാം. ദെൻ ഓരോ ഐറ്റത്തിൻ്റെയും ഈ ബേസ് എമൗണ്ടുമായിട്ട് എത്രയാണ് പെർസെൻറ്റേജ് വരുന്നത് നോക്കാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പം ഓരോ ഐറ്റവും ഈ ബേസ് എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 2 കേസുകൾ വരുന്നുണ്ട്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് നോക്കാം, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് ടോട്ടൽ അസറ്റ് ആസ് 100%. ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ അസറ്റിന് എന്തായിട്ട് എടുക്കുക, 100% എടുക്കുക. അതേപോലെ തന്നെ ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ രണ്ടും കൂടി അതിനെ എന്തെടുക്കുക, 100% എടുക്കുക. ടോട്ടൽ അസറ്റ്സ് 100%, ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അതിനെ എന്തായിട്ട് എടുക്കുക, 100% എടുക്കുക. ഇനി എന്താ പറയുന്നത്, ഡിവൈഡ് ഈച്ച് അസറ്റ് ഐറ്റം ബൈ ടോട്ടൽ അസറ്റ്. ഓരോ അസറ്റിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ടോട്ടൽ അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ടോട്ടൽ അസറ്റിനെ നമ്മൾ എന്തായിട്ടാണ് എടുത്തത്, 100% ആയിട്ടാണ് എടുത്തത്. അതാണ് നമ്മളുടെ ബേസ് എമൗണ്ട്. ഓക്കെ, ടോട്ടൽ അസറ്റാണ് നമ്മളുടെ ബേസ് എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ മൾട്ടിപ്ലൈ ബൈ 100 ടു ഗെറ്റ് പെർസെൻറ്റേജ്. പിന്നെ അതിനെന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് കിട്ടും. അതേപോലെ തന്നെ ഡിവൈഡ് ഈച്ച് ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ബൈ ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ 2 സെക്ഷനാണ് ഉണ്ടാവുക നമുക്ക്. അതിൽ ഓരോ ഐറ്റത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഉണ്ടാവും, ആ ഫിഗർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സംഭവം വളരെ എളുപ്പമാണ്. സ്റ്റെപ്സ് പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് നേരിട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ചെറിയൊരു ഫിഗറാണ്, ചെറിയൊരു ബാലൻസ് ഷീറ്റാണ്. ഇത് വളരെ എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, അസറ്റ്സ് തന്നിട്ടുണ്ട്, ക്യാഷ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെൻട്രി, അതർ അസറ്റ്സ്. അപ്പോൾ ടോട്ടൽ അസറ്റ് എത്രയാണ്, $285. നമുക്ക് 285 എന്ന് മാത്രം പറയാം. അതേപോലെ തന്നെ ലാബിലിറ്റീസ് അതിൽ എന്തൊക്കെയാണുള്ളത്, അക്കൗണ്ട് പേയബിൾ ഉണ്ട്, ലോങ് ടേം ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 285. ഓക്കെ അല്ലേ? നമുക്കിതിനെ എങ്ങനെയാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിലേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ അസറ്റിനെയും ടോട്ടൽ ലാബിലിറ്റിനെയും എന്തായിട്ട് എടുക്കണം, 100% ആയിട്ട് എടുക്കണം അല്ലേ? അത് നമ്മൾ ഫസ്റ്റ് ചെയ്യാം. ഇവിടെ 285 ടോട്ടൽ അസറ്റ്. ഓക്കെ, 285 അതിന് നമ്മൾ എന്തായിട്ട് എടുത്തു, ടോട്ടൽ അസറ്റായിട്ട് എടുത്തു. അതെന്തായിരിക്കും, 100% ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം, ബേസ് ആയിട്ട് എടുക്കുക. അതിന് 100% ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് ടോട്ടൽ അസറ്റിൻ്റെ കേസിൽ ബേസ് എന്ന് പറയുന്നത് 285 ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി 285. ഓക്കെ, 100% ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ എന്താ സ്റ്റെപ്പ് വൈസ് ചെയ്യാൻ പറഞ്ഞത്, ഒന്ന് നോക്കിയാലോ നമുക്ക്. ടേക്ക് ടോട്ടൽ അസറ്റ് ആസ് 100%. അത് നമ്മൾ എടുത്തു. പിന്നെന്താ പറയുന്നത്, ഡിവൈഡ് ഈച്ച് അസറ്റ് ഐറ്റം ബൈ ടോട്ടൽ അസറ്റ്. ഓരോ അസറ്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ടോട്ടൽ അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര അസറ്റ് ഉണ്ട്, 4 അസറ്റ്സുകളുണ്ട് അല്ലേ? യെസ്, നമുക്ക് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാഷ് എത്രയാണ് വരുന്നത്, 100. ഓക്കെ ആണല്ലോ? അപ്പം 100 ഡിവൈഡഡ് ബൈ 285 അതാണ് ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത്. 100 ഡിവൈഡ് ബൈ 285 ഇൻറ്റു 100. 100 ഡിവൈഡ് ബൈ 285 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ, 35% കിട്ടും. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾ മറ്റൊരു അസറ്റാണ്. എത്രയാണ് വരുന്നത്, 30. എങ്ങനെയാണ് ചെയ്യുക, 30 ഡിവൈഡ് ബൈ 285 ഇൻറ്റു 100 നമുക്ക് എന്ത് കിട്ടും, 11% കിട്ടും. ഓക്കെ, ദെൻ ഇൻവെൻട്രി എത്ര വരുന്നത്, 80 ഡിവൈഡ് ബൈ 285 ഇൻറ്റു 100 എത്ര കിട്ടും, 28%. ദെൻ അതർ അസറ്റ്സ് 75 വരുന്നത് അല്ലേ, 75 ഡിവൈഡഡ് ബൈ 285 അതായത് ടോട്ടൽ അസറ്റ് ഇൻറ്റു 100 എത്ര കിട്ടും, 26% കിട്ടും.
അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ചെയ്യേണ്ട കാര്യം ഓരോ അസറ്റിനെയും ടോട്ടൽ അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആ പെർസെൻറ്റേജ് എന്ത് ചെയ്യാം അവിടെ എഴുതുക. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ പെർസെൻറ്റേജ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ പെർസെൻറ്റേജ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 100% കിട്ടണം. ഈ പെർസെൻറ്റേജ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 100% കിട്ടണം. ഓക്കെ, അത് നമുക്ക് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 100% കിട്ടും. ഓക്കെ, ഇപ്പോൾ 35%, 11%, 28%, 26% ഇസ് ഈക്വൽ ടു 100%. അപ്പോൾ അസെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലാബിലിറ്റിയും ചെയ്യണം. നമ്മൾ ടോട്ടൽ ലാബിലിറ്റിൻ്റെ ഇക്വിറ്റിനെ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, 100% എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ അക്കൗണ്ട് പേയബിൾ 25. ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രകാരം ചെയ്തുകൂടെ? 25 ഡിവൈഡ് ബൈ 285 ഇൻറ്റു 100 എത്ര കിട്ടും? 9%. ദെൻ ലോങ് ടേം ഡെപ്റ്റ് 100 ഡിവൈഡ് ബൈ 255 ഇൻറ്റു 100 എത്ര കിട്ടും? 35%. ഇക്വിറ്റി എത്രയാണ് വരുന്നത്? 160 ആണ്. 160 ഡിവൈഡ് ബൈ 285 ഇൻറ്റു 100 56%. ഇവിടെയും നമുക്ക് ഈ ടോട്ടൽ പെർസെൻറ്റേജ്, അതായത് ലാബിലിറ്റീൻ്റെ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അക്കൗണ്ട് പേയബിൾ, ലോങ് ടേം ഡെപ്റ്റ്, ഇക്വിറ്റി, അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 100% കിട്ടണം. അത് കിട്ടും. ഓക്കെ, അപ്പം കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ അസറ്റ്സിനെ ബേസ് ആയിട്ട് എടുക്കാം. അതെന്തായിരിക്കും? 100% ആയിരിക്കും. അതേപോലെ തന്നെ ടോട്ടൽ ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റീനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ബേസ് ആയിട്ട് എടുക്കുക. അതും എന്തായിരിക്കും? 100% ആയിരിക്കും. ഓക്കെ ആണല്ലോ.